നമസ്കാരം. ഇവിടെ യോഗ പോലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അതിനെതിരെ ആരും പ്രതികരിച്ചു കണ്ടിട്ടില്ല മറ്റൊരു രീതിയിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ IMAയുടെ ഭാരവാഹിയായിട്ടുള്ള ഒരു ഡോക്ടർ ഈ യോഗയ്ക്കെതിരെ പ്രതികരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു പ്രതികരണം ആ മഹാനായ മനുഷ്യൻ്റെ വായിൽ നിന്നുണ്ടായത് എന്നറിയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ IMA ഭാരവാഹിയായിട്ടുള്ള ഡോക്ടർ നൂഹു, അതായത് അദ്ദേഹം പറയുന്നത് യോഗ കൊണ്ട് ഉപകാരമില്ലെന്നാണ്. എന്നാൽ അതേസമയം വീണ ജോർജ് പറയുന്നു യോഗ സെൻ്ററുകൾ തുറക്കണമെന്ന്. സർക്കാരിൻ്റെ യോഗാ നയം എന്തിന് എന്നുള്ള ചോദ്യം വരുന്നു. അതായത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഡോക്ടർ സുൽഫി നൂഹു എന്ന് പറയും. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം യോഗയ്ക്കെതിരെ നടത്തിയ പ്രസ്താവന. ആ പ്രസ്താവനയോട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ച് പകരം കേരളത്തിൽ പുതിയ 10,000 യോഗാ കേന്ദ്രങ്ങൾ തുറക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പ്രതികരണത്തിന് പകരം പറഞ്ഞത്. ജൂൺ 21 എന്ന് പറയപ്പെടുന്ന അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഇറക്കിയ ഒരു പ്രസ്താവനയായിരുന്നു. ആ പ്രസ്താവനയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. യോഗ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഡോക്ടർ സുൽഫി നൂഹു അന്ന് നടത്തിയത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറായ സുൽഫി നൂഹു നടത്തിയ ഈ പ്രസ്താവന പക്ഷേ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ആരോഗ്യരംഗത്തെ അംഗീകൃത സംഘടനകളുടെ വീക്ഷണകോണിനെ തകർക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടർ സുൽഫി നൂഹുവിന് ഇത് സംഭവിച്ചത്? ഭാരതത്തിൻ്റെ സേഫ്റ്റി പവറായി മാറിക്കൊണ്ടിരിക്കുന്ന യോഗയെ കൂടുതൽ പ്രശസ്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗ പ്രചാരണം വരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര യോഗ ദിനം കൊണ്ടാടാൻ ഒരു കാരണം പ്രധാനമന്ത്രി മോദിയുടെ പ്രവർത്തനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. തികച്ചും രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടെയാണ് ഡോക്ടർ സുൽഫി നൂഹു ഈ പ്രസ്താവന നടത്തിയത് എന്ന് കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് അത് വ്യക്തമാക്കേണ്ടത്. ജീവിതശൈലി രോഗങ്ങൾക്കോ മറ്റു രോഗങ്ങൾക്കോ യോഗ കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നും നടത്തം, കായിക വിനോദം, നീന്തൽ തുടങ്ങിയവ യോഗയേക്കാൾ എത്രയോ നല്ലതാണ് എന്നും മഹത്തരമാണ് എന്നുമുള്ള അർത്ഥത്തിലാണ് ഡോക്ടർ സുൽഫി നൂഹു ഫേസ്ബുക്കിൽ ഈ ഒരു കുറിപ്പിട്ടത്. പക്ഷേ ഇതിൽ യോഗയെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു സുൽഫി നൂഹു എന്ന് ചിന്തിക്കുക. നടത്തം, കായിക വിനോദം, നീന്തൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ മാത്രം യോഗ ചെയ്തോളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ലോകാരോഗ്യ സംഘടന വരെ അംഗീകരിച്ച ഒരു സംവിധാനത്തിനെയാണ് ഇങ്ങനെ തള്ളിപ്പറഞ്ഞത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് 100 യോഗാ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വീണ ജോർജ് യോഗയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ സത്യത്തിൽ ഇനി മടിച്ചുകൂടാ എന്നാണ് പറയേണ്ടത്. കാരണം എത്രയും പെട്ടെന്ന് യോഗയെക്കുറിച്ച് ഒരു തീരുമാനത്തിലേക്ക് വീണ ജോർജ് എത്തേണ്ടതുണ്ട്. സുൽഫി നൂഹു പറഞ്ഞത് സുൽഫി നൂഹുവിൻ്റെ രാഷ്ട്രീയമായിരിക്കാം. അങ്ങനെ സുൽഫി നൂഹുവിൻ്റെ രാഷ്ട്രീയം പറയാൻ എന്തായാലും IMAയുടെ ഭാരവാഹിയായിരിക്കേണ്ട കാര്യമുണ്ടോ? ലോകാരോഗ്യ സംഘടന വരെ അംഗീകരിച്ചിട്ടുള്ള യോഗയെപ്പോലുള്ള ഒരു സംവിധാനത്തിനെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണെങ്കിലും അത് സുൽഫി നൂഹു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് പുറത്തു വരേണ്ടതല്ലായിരുന്നു. ഡോക്ടർ സുൽഫി നൂഹു IMAയുടെ ഭാരവാഹിയായിരിക്കുന്നത്, അതും സംസ്ഥാന ഭാരവാഹിയാണ്. ആ സംസ്ഥാന ഭാരവാഹിക്ക് എങ്ങനെ പറയാൻ കഴിയും യോഗ എന്ന് പറയപ്പെടുന്നതിനെ തള്ളിക്കളയാൻ? കാരണം ലോകാരോഗ്യ സംഘടന അടക്കം മുന്നോട്ട് വെച്ച ഒരു സംവിധാനമാണ് യോഗ എന്ന് പറയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു യോഗ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യോഗയ്ക്ക് നൽകിയ ഒരു വലിയ പ്രാധാന്യമുണ്ട്. യോഗ എന്ന് പറയപ്പെടുന്ന ആ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ അത്തരത്തിൽ മെഡിറ്റേഷൻ, യോഗയൊക്കെ മാനസികമായിട്ടുള്ള ആരോഗ്യമടക്കം ശാരീരികമായിട്ടുള്ള ആരോഗ്യമടക്കം എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സാധ്യത ലഭിക്കുന്ന മേഖലയാണ് യോഗ എന്നുള്ളത്. അത് പരസ്പരം ഈ IMA മാത്രമായിരിക്കും, അല്ലെങ്കിൽ IMAയുടെ ഈ ഡോക്ടർ സുൽഫി നൂഹു മാത്രമായിരിക്കും അംഗീകരിക്കാത്തത്. ലോകാരോഗ്യ സംഘടന അടക്കം അംഗീകരിച്ചു കഴിഞ്ഞ യോഗയെ തള്ളിപ്പറയുവാനുള്ള രാഷ്ട്രീയ കുബുദ്ധിയാണോ ഈ സുൽഫി നൂഹുവിനെ കൊണ്ട് പറയിച്ചത്? അതോ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്ത സുൽഫി നൂഹു എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക്, ഡോക്ടർ സുൽഫി നൂഹിന് ഉണ്ടോ എന്നുകൂടി പൊതുസമൂഹം സംശയിക്കുന്നുണ്ട്. അങ്ങനെ യോഗയെക്കുറിച്ച് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്താഗതികൾ, അതിനി RSS സംവിധാനങ്ങളാണ്, യോഗ കൊണ്ടുവന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട് അതിന് ഒരു പ്രചാരം നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയും BJPയും ഒക്കെ നടത്തുന്നത് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാഷ്ട്രീയ തരമായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് സുൽഫി നൂഹു ചിന്തിച്ചതെങ്കിൽ താങ്കൾ ഏറ്റവും കൂടുതൽ തരംതാണു പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് യോഗ അഭ്യസിക്കുന്ന, യോഗ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒട്ടനവധി പേരുണ്ട്. അവർക്ക് നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാരോട് പുച്ഛമാവും തോന്നുക എന്നുകൂടി പറയട്ടെ ഡോക്ടർ സുൽഫി നൂഹു.